നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യൻ IT ഓഹരികളിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു ചെറിയ ഇടിവല്ല, മറിച്ച് 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ്. നിഫ്റ്റി IT ഇൻഡെക്സ് അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം മാസത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഡിസംബർ 2025 റെക്കോർഡ് ഉയരത്തിൽ നിന്ന് ഏകദേശം 32% താഴേക്കാണ് ഈ സെക്ടർ പതിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ IT ഓഹരികൾ ഇടിവിൽ നിന്നും കരകയറാത്തത്? ഇതിന് പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ ടെക് ഭീമനായ IBM-ന്റെ ഓഹരികൾ ഉണ്ടായ 13% വൻ ഇടിവാണ്. 2000-ന് ശേഷമുള്ള IBM-ന്റെ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ തകർച്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. IBM-ന്റെ വരുമാനത്തിൽ വലിയൊരു ഭാഗം വരുന്നത് അവരുടെ പഴയ മെയിൻ ഫ്രെയിം സിസ്റ്റങ്ങളും അതിലുപയോഗിക്കുന്ന കോബോൾ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കൈകാര്യം ചെയ്യുന്നതിലൂടെയാണ്. എന്നാൽ ഈ മേഖലയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വന്നതാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. ഇവിടെയാണ് രണ്ടാമത്തെയും ഏറ്റവും നിർണായകവുമായ കാരണം വരുന്നത്. ആന്ത്രോപിക് എന്ന AI സ്റ്റാർട്ടപ്പ് പുറത്തിറക്കിയ ക്ലൗഡ് കോഡ് എന്ന പുതിയ ടൂൾ. ഈ ടൂളിന് പഴയ കോബോൾ ക്ലോഡുകളെ വളരെ വേഗത്തിലും വളരെ കുറഞ്ഞ ചിലവിലും ആധുനികവൽക്കരിക്കാൻ സാധിക്കുമെന്നാണ് ആന്ത്രോപിക് അവകാശപ്പെടുന്നത്. സാധാരണഗതിയിൽ 100 കണക്കിന് കൺസൾട്ടന്റുമാരും വർഷങ്ങളുടെ അധ്വാനവും വേണ്ടിവരുന്ന ഇത്തരം ജോലികൾ ഈ AI ടൂൾ ഉപയോഗിച്ച മാസങ്ങൾക്കുള്ളിൽ തീർക്കാൻ സാധിക്കും. ഇത് IBM-നെ മാത്രമല്ല, ഇൻഫോസിസ്, TCS തുടങ്ങിയ ഇന്ത്യൻ IT കമ്പനികളുടെയും ബിസിനസ് മോഡലിനെയും ബാധിക്കുമെന്ന ആശങ്ക നിക്ഷേപകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ കാരണം ഈ AI മാറ്റം മൂലം വരാനിരിക്കുന്ന സീറ്റ് കംപ്രഷനാണ്. ഇന്ത്യൻ IT കമ്പനികൾ പ്രധാനമായും പണം ഈടാക്കുന്നത് പ്രൊജക്ടുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ എണ്ണം നോക്കിയാണ്. എന്നാൽ AI ടൂളുകൾ വരുന്നതോടെ കുറഞ്ഞ ആളുകളെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യാൻ സാധിക്കും. ഇത് കമ്പനികളുടെ വരുമാനത്തെയും ലാഭത്തെയും ബാധിക്കുമെന്നാണ് വിപണി ഭയപ്പെടുന്നത്. നാലാമതായി, വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പണം പിൻവലിക്കുന്നതും നിഫ്റ്റി IT ഇൻഡെക്സിനെ വല്ലാതെ തളർത്തുന്നുണ്ട്. കൂടാതെ അമേരിക്കൻ വിപണിയിലെ തകർച്ചയും നമ്മുടെ വിപണിയെ സ്വാധീനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വാൾസ്ട്രീറ്റിൽ ഉണ്ടായ ഈ വൻ ഇടിവ് ആഗോള തലത്തിൽ തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്രധാനമായും 3 കാര്യങ്ങളാണ് അമേരിക്കൻ വിപണിയെ പിടിച്ചുലക്കിയത്. ഇതിൽ ഒന്നാമത്തെ കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ താരിഫ് നയമാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ആഴ്ച പ്രസിഡന്റിന്റെ പഴയ താരിഫ് നിയമങ്ങൾ സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ ആഗോള തലത്തിലുള്ള ഇറക്കുമതി തീരുവ 10% നിന്ന് 15% ട്രംപ് ഉയർത്തി. ഇതോടെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ നിന്ന് പിന്മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ അനിശ്ചിതത്വം വിപണിയെ വലിയ രീതിയിൽ ബാധിച്ചു. രണ്ടാമത്തെ കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകളാണ്. സിട്രിനി റിസർച്ച് പുറത്തുവിട്ട ഒരു പഠന റിപ്പോർട്ട് നിക്ഷേപകർക്കിടയിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. വരാനിരിക്കുന്ന AI വിപ്ലവം മൂലം വെള്ള കോളർ ജോലികളിൽ വൻ തോതിൽ കുറവുണ്ടാകുമെന്നും അമേരിക്കയിലെ തൊഴിലില്ലായ്മ നിരക്ക് 10% മുകളിലേക്ക് പോകുമെന്നാണ് ഈ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് ഉപഭോക്താക്കളുടെ ചിലവഴിക്കൽ ശേഷിയെ ബാധിക്കുമെന്നും $13 ട്രില്യൺ ഹൗസിംഗ് മാർക്കറ്റിൽ വലിയൊരു പ്രതിസന്ധിക്ക് കാരണമാകുമെന്നും നിക്ഷേപകർ ഭയപ്പെടുന്നു. ഇതിനെ AI സ്കെയർ ട്രേഡ് എന്നാണ് വിപണി വിശേഷിപ്പിക്കുന്നത്. മൂന്നാമതായി, അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധസാധ്യതയും വിപണിയെ തളർത്തിയിട്ടുണ്ട്. ഈ ആഴ്ച ഇറാനുമായുള്ള ആണവ ചർച്ചകൾ നടക്കാനിരിക്കെ മേഖലയിൽ സൈനിക നീക്കങ്ങൾ ഉണ്ടായേക്കാമെന്ന വാർത്തകൾ നിക്ഷേപകർ കൂടുതൽ ജാഗ്രതയുളവാക്കി. ഈ സാഹചര്യത്തിൽ സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ പലരും ഓഹരികൾ വിറ്റഴിച്ച് സ്വർണത്തിലേക്കും ബോണ്ടുകളിലേക്കും മാറുകയാണ്. ഇതിന്റെ ഫലമായി സ്വർണ്ണവില $5100 മുകളിലേക്ക് കുതിച്ചു. ഈ 3 കാരണങ്ങൾ ഒത്തുചേർന്നപ്പോൾ ഡൗ ജോൺസ് 800 പോയിന്റിലധികം ഇടിയുകയും ലോകമെമ്പാടുള്ള വിപണികളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും നിക്ഷേപകർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ പരമ്പരാഗത IT ബിസിനസ് മോഡലുകളിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള കടുത്ത ആശങ്ക വിട്ടൊഴിയാതെ നിൽക്കുകയാണ്. കഴിഞ്ഞ 4 സെഷനുകളിൽ മാത്രം ആഭ്യന്തര വിപണിയിൽ IT ഇൻഡെക്സ് 9.5% ഇടിഞ്ഞത്. നിലവിൽ നിഫ്റ്റി ITയിലെ പ്രമുഖ ഓഹരികളെല്ലാം തന്നെ അവരുടെ പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജുകൾക്കും താഴെയാണ് വ്യാപാരം നടത്തുന്നത്. ഇത് വിപണിയിൽ അത്ര ശുഭകരമായ സൂചനയല്ല നൽകുന്നത്. ഈ സെക്ടറിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട ഓഹരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. TCS, ഇൻഫോസിസ് തുടങ്ങിയ വമ്പൻ കമ്പനികൾ പോലും ഈ തരംഗത്തിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ്. IT കമ്പനികളുടെ ഭാവി വരുമാനത്തെയും ലാഭത്തെയും ഈ മാറ്റങ്ങൾ എങ്ങനെ ബാധിക്കുമെന്നതിൽ വ്യക്തതയില്ലാത്തതാണ് ഈ പരിഭ്രാന്തിക്ക് കാരണമാകുന്നത്. ഇനി പെട്ടെന്നൊരു തിരിച്ചുവരവ് വിപണി വിദഗ്ധർ പ്രതീക്ഷിക്കുന്നില്ല. ഈ വർഷം മാത്രം IT സെക്ടറിന് 15%-ലധികം മൂല്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നിക്ഷേപകർ ഇപ്പോൾ IT ഓഹരികളിൽ പുതിയ വാങ്ങലുകൾ നടത്തുന്നതിന് പകരം വെയിറ്റ് ആൻഡ് വാച്ച് എന്ന നയമാണ് സ്വീകരിക്കേണ്ടത്. IT മേഖലയിൽ വലിയൊരു അഴിച്ചുപണി നടക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്.
നിഫ്റ്റി IT സൂചികയിൽ ഈ വർഷം ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഓഹരിയാണ് കഫോജ്. വെറും 2 മാസത്തിനുള്ളിൽ ഈ ഓഹരിയുടെ മൂല്യം ഏകദേശം 25% ഇടിഞ്ഞിരിക്കുന്നത്. 2022 ഈ ഓഹരി 35% ഇടിവ് രേഖപ്പെടുത്തിയതിനു ശേഷമുള്ള ഏറ്റവും മോശം വർഷമായി 2026 മാറിക്കഴിഞ്ഞു. എന്നാൽ രസകരമായ ഒരു വസ്തുത, ഈ ഓഹരിയെ നിരീക്ഷിക്കുന്ന 38 അനലിസ്റ്റുകളിൽ 29 പേരും ഇപ്പോഴും ഈ ഓഹരി വാങ്ങാനാണ് ശുപാർശ ചെയ്യുന്നത്. നിലവിലെ വിലയിൽ നിന്ന് ഏകദേശം 51% ഉയരാനുള്ള സാധ്യത ഈ ഓഹരിക്കുണ്ട് എന്നാണ് വിപണി വിദഗ്ധരുടെ പൊതുവായ വിലയിരുത്തൽ. വിപണിയിൽ വലിയ തിരിച്ചടി നേരിടുമ്പോഴും വിദഗ്ധർ ഈ ഓഹരിയിൽ പ്രതീക്ഷ പുലർത്തുന്നു എന്നത് ശ്രദ്ധേയമാണ്. നിഫ്റ്റി IT സൂചികയിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട രണ്ടാമത്തെ ഓഹരി വിപ്രോയാണ്. വെറും 2 മാസത്തിനുള്ളിൽ 23.5% ഇടിവാണ് ഈ ഓഹരിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2022 വിപ്രോയുടെ മൂല്യം 45% ഇടിഞ്ഞതിനു ശേഷമുള്ള ഏറ്റവും മോശം വർഷമാണ് 2026. വിപ്രോയുടെ കാര്യത്തിൽ വിപണി വിദഗ്ധർ അത്ര വലിയ ശുഭപ്രതീക്ഷ നൽകുന്നില്ല. ഈ ഓഹരിയെ നിരീക്ഷിക്കുന്ന 47 അനലിസ്റ്റുകളിൽ വെറും 10 പേർ മാത്രമാണ് നിലവിൽ ഓഹരി വാങ്ങാൻ നിർദ്ദേശിക്കുന്നത്. എങ്കിലും നിലവിലെ വിലയിൽ നിന്നും ഏകദേശം 29% ഉയരാനുള്ള സാധ്യത ഈ ഓഹരിക്കുണ്ട് എന്നാണ് പൊതുവായ വിലയിരുത്തൽ. കഫോജിനെ അപേക്ഷിച്ച് വിപ്രോയുടെ കാര്യത്തിൽ നിക്ഷേപകർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കുന്നുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. മിഡ് ക്യാപ് IT മേഖലയിലെ മുൻനിരക്കാരായ പെർസിസ്റ്റന്റ് സിസ്റ്റംസ് ഈ വർഷം അപ്രതീക്ഷിതമായി വലിയൊരു ഇടിവാണ് നേരിടുന്നത്. വർഷാരംഭത്തിന് ശേഷം മാത്രം ഈ ഓഹരിയുടെ മൂല്യം 23.5% കുറഞ്ഞത്. ഇതിനു മുൻപ് ഇത്രയും വലിയൊരു തകർച്ച ഈ കമ്പനി നേരിട്ടത് 2011 അന്നും 23.5% ഇടിവ്. അതായത് ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷമാണ് പെർസിസ്റ്റന്റ് സിസ്റ്റം ഇത്രയും വലിയൊരു തിരുത്തലിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ വിപ്രോയെ അപേക്ഷിച്ച് പെർസിസ്റ്റന്റിന്റെ കാര്യത്തിൽ നിക്ഷേപകർക്കും അനലിസ്റ്റുകൾക്കും ഇപ്പോഴും വലിയ പ്രതീക്ഷയുണ്ട്. ഈ ഓഹരിയെ നിരീക്ഷിക്കുന്ന 43 വിദഗ്ധരിൽ 25 പേരും ഇപ്പോഴും ബൈ റേറ്റിംഗ് ആണ് നൽകുന്നത്. നിലവിലെ വിലയിൽ നിന്നും 39% വരെ ഉയരാനുള്ള സാധ്യത ഈ ഓഹരിക്കുണ്ട് എന്ന് വിപണിയിലെ പൊതുവായ കണക്കുകൂട്ടൽ. AI അധിഷ്ഠിത സേവനങ്ങളിലേക്ക് അതിവേഗം മാറുന്നതാണ് കമ്പനിയുടെ ദീർഘകാല വളർച്ചയിൽ വിശ്വാസം അർപ്പിക്കാൻ വിദഗ്ധരെ പ്രേരിപ്പിക്കുന്നത്. നിഫ്റ്റി IT സൂചികയിൽ ഈ വർഷം നേരിടുന്ന വൻ തിരിച്ചടിയിൽ നിന്ന് LTI മൈൻഡ്ട്രീ മുക്തമല്ല. 2026 ആദ്യ 2 മാസത്തിനുള്ളിൽ തന്നെ ഈ ഓഹരിയുടെ 22.5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 2022 ഏകദേശം 40% ഇടിവ് രേഖപ്പെടുത്തിയ ഈ ഓഹരി മറ്റൊരു വലിയ തിരുത്തലിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മറ്റ് IT ഭീമന്മാരെ പോലെ തന്നെ ആഗോള വിപണിയിലെ പ്രതിസന്ധികളും AI വരുത്താൻ പോകുന്ന മാറ്റങ്ങളും LTI മൈൻഡ്ട്രീയുടെ പ്രകടനത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഓഹരിയുടെ ഭാവിയിൽ വിപണി വിദഗ്ധർക്ക് പകുതിയോളം വിശ്വാസമുണ്ട്. LTI മൈൻഡ്ട്രീയെ നിരീക്ഷിക്കുന്ന 44 അനലിസ്റ്റുകളിൽ 22 പേരും ഇപ്പോഴും ഈ ഓഹരി വാങ്ങാൻ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. നിലവിലെ വിലയിൽ നിന്ന് ഏകദേശം 36% ഉയരാനുള്ള സാധ്യത ഈ ഓഹരിക്കുണ്ട് എന്ന് വിപണിയിലെ പൊതുവായ കണക്കുകൂട്ടലുണ്ട്. L&T ഗ്രൂപ്പിന്റെ കരുത്തും ലയനത്തിന് ശേഷമുള്ള കമ്പനിയുടെ വളർച്ചാ സാധ്യതയുമാണ് നിക്ഷേപകരിൽ ഒരു വിഭാഗത്തെ ഇപ്പോഴും ഈ ഓഹരിയിൽ പിടിച്ചു നിർത്തുന്നത്. ഇന്ത്യൻ IT മേഖലയിലെ രണ്ടാമത്തെ വലിയ കമ്പനിയായ ഇൻഫോസിസ് ഈ വർഷം നേരിടുന്നത് 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ തകർച്ചയാണ്. വെറും 2 മാസത്തിനുള്ളിൽ ഇൻഫോസിസ് ഓഹരികൾ 20% ഇടിഞ്ഞിട്ടുണ്ട്. 2008 ഓഹരി വില 37% കുറഞ്ഞതായിരുന്നു ഇതിനു മുൻപുള്ള വലിയ വീഴ്ച. എന്നാൽ ഈ കനത്ത തകർച്ചയ്ക്കിടയിലും ഇൻഫോസിസിന്റെ കരുത്തിൽ വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം വിപണി വിദഗ്ധരും. ഈ ഓഹരിയെ നിരീക്ഷിക്കുന്ന 52 അനലിസ്റ്റുകളിൽ 37 പേരും ഇപ്പോൾ ബൈ റേറ്റിംഗ് തന്നെയാണ് നൽകുന്നത്. നിലവിലെ വിലയിൽ നിന്ന് ഏകദേശം 37% വരെ ഉയരാനുള്ള സാധ്യത ഈ ഓഹരിക്കുണ്ടെന്ന് വിദഗ്ധർ ഒരേ സ്വരത്തിൽ പറയുന്നു. കമ്പനിയുടെ വിപുലമായ സേവന ശൃംഖലയും AI പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് അവർ നടത്തുന്ന നിക്ഷേപവുമാണ് ഈ വലിയ പ്രതീക്ഷയ്ക്ക് പിന്നിൽ. എന്നാൽ അതേസമയം പ്രമുഖ ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ ജെഫ്രീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ TCS, ഇൻഫോസിസ് അടക്കമുള്ള ഇന്ത്യയിലെ 6 പ്രമുഖ IT കമ്പനികളുടെ റേറ്റിംഗ് താഴ്ത്തുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും IT കമ്പനികളുടെ ബിസിനസ് മോഡലിൽ വരുന്ന വലിയ മാറ്റങ്ങളാണ് ജെഫ്രീസിനെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓട്ടോമേഷനും IT സേവന രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കുമ്പോൾ പരമ്പരാഗതമായ ഔട്ട്സോഴ്സിംഗ് ബിസിനസ് മോഡലിന് തിരിച്ചടി നേരിടുമെന്ന് ഇവർ ഭയപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രൈസിംഗ് പവർ തന്നെയാണ്. മുമ്പ് കൂടുതൽ ജീവനക്കാരെ ഉപയോഗിച്ച് ചെയ്തിരുന്ന ജോലികൾ ഇപ്പോൾ AI ടൂളുകൾ ഉപയോഗിച്ച് വേഗത്തിൽ തീർക്കാൻ സാധിക്കും. ഇത് കമ്പനികൾ ഈടാക്കുന്ന ബില്ലിംഗ് നിരക്കിനെ കാര്യമായി തന്നെ ബാധിക്കും. അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ AI ജോലി പൂർത്തിയാക്കുമ്പോൾ ക്ലയന്റുകളിൽ നിന്ന് പഴയതുപോലെ വലിയ തുക ഈടാക്കാൻ IT കമ്പനികൾക്ക് സാധിക്കാതെ വരും. രണ്ടാമതായി ഭാവിയിലെ വളർച്ചയെക്കുറിച്ചുള്ള അനിശ്ചിതത്വമാണ്. AI കൊണ്ടുവരുന്ന കാര്യക്ഷമത കമ്പനികളുടെ ലാഭത്തെ ബാധിക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. IT കമ്പനികളുടെ വരുമാനത്തിൽ വലിയ
വലിയൊരു ഭാഗം വരുന്നത് മനുഷ്യ വിഭവശേഷി വിനിയോഗിക്കുന്നതിലൂടെയാണ്. എന്നാൽ AI കടന്നു വരുന്നതോടെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കേണ്ടി വരും. ഇത് ബിസിനസ് വ്യാപ്തിയെ ബാധിച്ചേക്കാം. ഈ ഘടനാപരമായ മാറ്റങ്ങൾ ഇന്ത്യൻ IT ഭീമന്മാരുടെ ബിസിനസ് മോഡലിനെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ജെഫ്രീസിന്റെ റിപ്പോർട്ട് പറയുന്നത്. അതുകൊണ്ടാണ് നിക്ഷേപകർക്ക് ഈ സെക്ടറിൽ ഒരു മുൻകരുതൽ അവർ നിർദ്ദേശിക്കുന്നത്. TCSന്റെ കാര്യമെടുത്താൽ ജെഫ്രീസ് അതിന്റെ റേറ്റിംഗ് അണ്ടർ പെർഫോം എന്ന നിലയിലേക്ക് താഴ്ത്തിയിരിക്കുകയാണ്. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം അതിന്റെ ടാർഗറ്റ് വില തന്നെയാണ്. അത് 2350 രൂപയായി അവർ കുറച്ചിട്ടുണ്ട്. മുൻപത്തെ എസ്റ്റിമേറ്റുകളെക്കാൾ ഏകദേശം 33% താഴേക്ക് വില പോകാമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് TCS ഓഹരികൾക്ക് ഇനിയും വലിയ ഇടിവ് സംഭവിച്ചേക്കാമെന്ന് ജെഫ്രീസ് ഭയപ്പെടുന്നുണ്ട്. ഇൻഫോസിസിന്റെ കാര്യത്തിലും ശുഭകരമായ വാർത്തയല്ല ഉള്ളത്. ഇൻഫോസിസിനെ ഹോൾഡ് എന്ന റേറ്റിംഗിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇതിന്റെ പുതിയ ടാർഗറ്റ് വില 1290 രൂപയായി കുറച്ചു. ഇൻഫോസിസിന്റെ US വിപണിയിലുള്ള ലിസ്റ്റിംഗിലും 31% ഇടിവ് അവർ പ്രവചിക്കുന്നുണ്ട്. വിപണിയിലെ ഇപ്പോഴത്തെ അനിശ്ചിതത്വം മാറുന്നത് വരെ കാത്തിരിക്കാൻ തന്നെയാണ് നിക്ഷേപകർക്ക് ലഭിക്കുന്ന സൂചന. HCL ടെക്കിന്റെ അവസ്ഥയും സമാനമാണ്. പുതിയ റിപ്പോർട്ട് പ്രകാരം HCL ടെക്കിന് ഹോൾഡ് എന്ന റേറ്റിംഗിലേക്ക് തരം താഴ്ത്തിയിട്ടുണ്ട്. ഇതിന്റെ പുതുക്കിയ ടാർഗറ്റ് വില 1390 രൂപയാണ്. ഇനി വിപ്രോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജെഫ്രീസ് നേരത്തെ നൽകിയിരുന്ന അണ്ടർ പെർഫോം റേറ്റിംഗിൽ തന്നെ മാറ്റമില്ലാതെ തുടരുകയാണ്. വിപ്രോയുടെ ടാർഗറ്റ് വില വെറും 180 രൂപയായിട്ടാണ് അവർ കുറച്ചിരിക്കുന്നത്. പഴയ കാലത്തെ ബിസിനസ് രീതികൾ ഇനി IT മേഖലയിൽ ഫലിക്കില്ല എന്നും AIക്ക് അനുസരിച്ച് തങ്ങളുടെ രീതികൾ മാറ്റാത്ത കമ്പനികൾക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് ജെഫ്രീസ് നൽകുന്ന കർശനമായ മുന്നറിയിപ്പ്.